സർട്ടിഫിക്കറ്റ് നമ്മൾ കണ്ടു, നിങ്ങൾ ഡിവോഴ്സ് ആയിട്ടുമില്ല. ജിനു ചേട്ടൻ വീണ എന്ന് പറയുന്ന ചേച്ചി അപ്പോൾ ഒഫീഷ്യലി കല്യാണം കഴിച്ചിട്ടുണ്ടോ? എനിക്കറിയില്ല. അവർ സിന്ദൂരം തൊടുന്ന ഫോട്ടോ വീഡിയോസ് ഒക്കെ ഇടുന്നുണ്ട്. അത് അങ്ങനെ കല്യാണം കഴിച്ചവർക്കല്ല ഇങ്ങനെ സിന്ദൂരം ചേർത്ത് നമ്മുടെ ഹിന്ദുക്കളിൽ അങ്ങനെയൊക്കെ ഇടാൻ പാടുള്ളൂ. അയാളും വീഡിയോസിൽ പലതും പറഞ്ഞിട്ട് എൻ്റെ ഭാര്യയാണ് വീണമ്മ, എൻ്റെ ഭാര്യയാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ ചേച്ചി ഡിവോഴ്സ് ചെയ്തിട്ടില്ല. ഇത് തനുജ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ തനുജ ഒരു വലിയ യൂട്യൂബറാണ്. ഇവർ ഇടയ്ക്കിടയ്ക്ക് വന്ന് യൂട്യൂബ് ചാനലിൽ പലതരത്തിലുള്ള ലൈവുകളിടും. ഇവരുടെ ലൈവുകളുമായിട്ട് എനിക്ക് യാതൊരു താല്പര്യമില്ല. ഇവരുടെ ലൈവ് ഞാൻ കാണാറുമില്ല, എനിക്ക് താല്പര്യമില്ല. എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോൾ കണ്ടതിനെതിരെ റിയാക്ട് ചെയ്യാറാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഇവരൊരു പ്രസ് മീറ്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഈ പ്രസ് മീറ്റ് വിളിക്കാനുള്ള കാരണം ഇവരുടെ ഭർത്താവ്, അതായത് മുൻ ഭർത്താവ്, ഇപ്പോഴും ലീഗലി ഭർത്താവ് തന്നെയാണ്, പക്ഷേ ഇപ്പോൾ ഇവരോടൊപ്പം ഇല്ല, ജിനു എന്ന് പറയുന്ന ആൾ. അദ്ദേഹം ഇപ്പോൾ ഒരു ചിരി ഇരുചിരിക്കകത്ത് ഒരു പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ അത്യാവശ്യം പോപ്പുലറാണ്, പല ആളുകൾക്കും അദ്ദേഹത്തെ ഇഷ്ടമാണ്. ഇവർ തമ്മിൽ ഇപ്പോൾ വേർപിരിഞ്ഞ് താമസിക്കുകയാണ്. വേർപിരിഞ്ഞ് താമസിക്കുന്നതിനോടൊപ്പം തന്നെ ഈ ജിനു എന്ന് പറയുന്ന ആൾ മറ്റൊരു സ്ത്രീയുടെ കൂടെയാണ് താമസിക്കുന്നത്. അവരുടെ കുഞ്ഞുങ്ങളെയൊക്കെ നോക്കി അവർ ജീവിക്കുന്നു. അതേസമയം ഇവർക്ക് ചെലവിന് കൊടുക്കണമെന്ന് പറഞ്ഞത് കൊടുത്തിട്ടില്ല. നിരന്തരമായിട്ട് മറ്റ് ചില ചാനലുകളിലൂടെ ഇവരെ ഉപദ്രവിക്കുന്നു. ഇതാണ് ഇവരിപ്പോൾ പറഞ്ഞ് പ്രസ് മീറ്റിലേക്ക് മുമ്പോട്ട് വന്നിരിക്കുന്ന വാദം എന്ന് പറയുന്നത്. ഇതനുബന്ധിച്ച് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ എനിക്ക് കുറച്ച് കാര്യങ്ങളോട് സംസാരിക്കാനുണ്ട്. ഒരുപാട് പേര് എന്നെ തെറ്റിദ്ധരിക്കുകയും ഒരുപാട് പേര് വളരെ ശരിയായിട്ട് ധരിക്കുകയും ചെയ്തു. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് കാണാം. കൂടുതലായിട്ട് ചെയ്യുന്നില്ല, നേരെ വീഡിയോയിലേക്ക്. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഈ തനുജയുടെ വീഡിയോ കഴിഞ്ഞ ദിവസം ചെയ്തപ്പോഴത്തേനും ഒരുപാട് ആളുകൾക്ക് അത് മനസ്സിലായത് ഞാൻ ഇവർക്കെതിരെ നിൽക്കുന്ന ചേരിയിലെ ഒരു സംഘത്തിൽ ചേർന്ന ഒരാളാണെന്നുള്ളതാണ്. അങ്ങനെ പലർക്കും തോന്നാനുള്ള കാരണം ഞാൻ ഷെഫീന ചേച്ചി എന്ന് അഭിസംബോധന ചെയ്തു എന്നുള്ളതാണ്. ഈ തനുജ എനിക്കൊരു സ്ട്രൈക്ക് അടിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, തനുജ ചേച്ചി എനിക്കൊരു സ്ട്രൈക്ക് അടിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഈ സ്ട്രൈക്കിൻ്റെ സമയത്ത് എന്നോട് അവർക്ക് പറയായിരുന്നു, ഈ സ്ട്രൈക്ക് എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന്. ഈ പറഞ്ഞ വിഷയങ്ങൾ ഞാൻ എനിക്കൊരു വ്യക്തിയോടും അടുപ്പമില്ല, എനിക്കൊരു വ്യക്തിയോടും എതിർപ്പുമില്ല. ഞാൻ ആ വിഷയങ്ങളെ മാത്രമാണ് സംസാരിക്കുന്നത്. ഞാൻ ഒരിക്കലും ചിന്തിക്കുന്നില്ല ഒരു സ്ട്രൈക്ക് ഒരു ചാനലിന് കൊടുത്തതിന് ശേഷവും അവരെ വെറും അപരാധം പറയാതെ ഒരാൾ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ഞാൻ മാത്രമായിരിക്കും. എനിക്ക് അവരോട് യാതൊരു എതിർപ്പുമില്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അവർക്ക് ഫീൽ ചെയ്തു, അവരെനിക്കൊരു സ്ട്രൈക്ക് അടിച്ചു തന്നു. ഇത്രയും ഞാനത് കാണുന്നുള്ളൂ. ആ സ്ട്രൈക്ക് അടിച്ച് തന്ന സമയത്ത് ഞാൻ പല ആൾക്കാരെയും കോൺടാക്ട് ചെയ്തു. അപ്പോൾ എനിക്കതിനുള്ള മാർഗങ്ങൾ പറഞ്ഞു തന്നത് ഷെഫീന ചേച്ചി തന്നെയാണ്. അവരെന്നെ സഹായിച്ചിട്ടുണ്ട്. അല്ലാതെ എനിക്ക് ഷെഫീന ചേച്ചിയിട്ട് യാതൊരു ബന്ധവുമില്ല. ഞാൻ ഇതല്ലാതെ അവരോട്ട് സംസാരിച്ചിട്ടില്ല. എനിക്ക് ഒരു ബന്ധമില്ല അവരോട്ട്. പല ആൾക്കാരും ചോദിക്കുന്നു കേട്ടോ, ഷെഫീനയോട് അന്ന വിഷയം തന്നെ നീ ചെയ്യുമോ? നിങ്ങൾ വിഷയം എന്താ, ഞാൻ ചെയ്യും. നിങ്ങൾ വിഷയം എനിക്ക് തരുമോ, ഞാൻ ചെയ്യും. പക്ഷേ ഞാൻ അവരുമായിട്ട് എനിക്ക് പേഴ്സണലി എൻ്റെ അവരുടെ നമ്പറുണ്ട്. ഞാൻ അവരെ വിളിച്ച് ചോദിക്കും ഇന്ന സാധനം ശരിയാണെന്നുള്ള കാര്യം. എന്നിട്ട് ഞാൻ രണ്ടും വെച്ച് ഞാൻ ചെയ്യും. നിങ്ങൾ പ്രൂഫ് എനിക്ക് തരൂ, എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ അയച്ചു തരൂ, ഞാൻ വീഡിയോ ചെയ്യും. ഇനി നമുക്ക് ഈ തനുജയുടെ വിഷയത്തിലേക്ക് വരാം. ഇവരുടെ ഈ ജാങ്കോ സ്പേസിൽ ഒരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു. ഈ ഇൻ്റർവ്യൂവിനകത്ത് ജിനുവിനെ കുറിച്ച് കുറച്ചധികം കാര്യങ്ങൾ ഇവർ സംസാരിക്കുന്നുണ്ട്. ഞാൻ സംസാരിക്കുന്നത് ഇപ്പോഴും ഇവരുടെ വിഷയങ്ങളുമല്ല, ഈ ഒരു വിഷയം സംഭവിച്ച സാഹചര്യം അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന ആ ഒരു സംഭവത്തെയാണ് ഞാൻ സംസാരിക്കുന്നത്. കാരണം ഈ സംഭവം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് നടക്കുന്നതാണ്, നടക്കാൻ സാധ്യതയുള്ളതാണ്, ഇനിയും നടക്കുന്നതാണ്, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നതാണ്. സോ നമ്മൾ സംസാരിക്കുന്നത് ഈ തനുജയോ അല്ലെങ്കിൽ ജിനുവിനെയോ അല്ല, ഈ ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. മനസ്സിലാക്കുക. നമുക്കപ്പോൾ തനുജ പറയുന്ന ബാക്കി വിഷയങ്ങൾ കേട്ട് നോക്കാം. നമുക്കിതിൻ്റെ ഒരു വശം മാത്രമേ നമ്മൾ കേൾക്കുന്നുള്ളൂ കേട്ടോ. നമുക്ക് തനുജ പറയുന്ന വശങ്ങൾ മാത്രമേ ഇപ്പോൾ നമുക്കറിയത്തുള്ളൂ. ജിനു ഇനി ഒരു പക്ഷേ അതിൻ്റെ ന്യായീകരണമായിട്ട് പുറത്ത് വരുമായിരിക്കും. അപ്പോഴാണ് നമ്മൾ മറുവശം കേൾക്കുന്നത്. നിലവിൽ നമ്മൾ ഇവർ പറയുന്നത് കേൾക്കുന്നു, ഇതിനോടനുബന്ധിച്ച് ചെയ്യുന്നു. പേടിച്ചു പോയിട്ടൊന്നും പറയില്ലേ. എനിക്ക് ഒരു വ്യക്തിയുമായിട്ട് യാതൊരു അടുപ്പമില്ല, എനിക്കൊരു വ്യക്തിയായിട്ട് എതിർപ്പില്ല. വിഷയങ്ങൾ മാത്രം സംസാരിക്കുന്നു. തനുജ പറയുന്നത് നമുക്ക് കേൾക്കാം. എനിക്കാണ്, ഞാനത് എല്ലായിടത്തിലും തുറന്നു പറയുന്നുണ്ട്. എനിക്കാണ് ഇഷ്ടം തോന്നിയത്. ഞാൻ പുറകെ നടന്ന് ഇഷ്ടം പിടിച്ചു മേടിക്കുക എന്നല്ലേ, അതുപോലെ എടുത്തൊരാളാണ് ഞാൻ. അപ്പം നിങ്ങൾക്കിത് അർഹമായിട്ടുള്ള സാധനമാണ്. ഒരാളുടെ പുറകെ നടന്ന് ഒരാൾ ഇഷ്ടപ്പെട്ട് അയാളുമായിട്ടൊരു ജീവിതം മുന്നോട്ട് സ്വപ്നം കണ്ട് ആ ജീവിതത്തിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ അയാൾ ഒരു പക്ഷെ നിങ്ങളെ ഇഷ്ടപ്പെട്ടിട്ടായിരിക്കത്തില്ല നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നത്. അയാൾ ഇവിടെ പുറകെ നടക്കുന്നു, പിന്നെ അങ്ങ് ഓക്കെ പറഞ്ഞേക്കാം. അങ്ങനെ ഓക്കെ പറഞ്ഞാലേ സാധ്യതയുള്ളൂ. അല്ലെങ്കിൽ ഒരു കുടുംബം എന്ന് പറയുന്നത് ഒരു ട്രസ്റ്റിൽ നിൽക്കുന്നൊരു സാധനമാണ്. ഇന്നാള് മറ്റൊരാളുടെ കൂടെ പോകില്ല, അല്ലെങ്കിൽ ഇന്നാള് നമ്മുടെ അടുത്ത് സത്യസന്ധമായിരിക്കും. ആ ഒരു ട്രസ്റ്റിലാണ് ആ കുടുംബം പോകുന്നത്. നിങ്ങളുടെ ഈ കുടുംബം എവിടെയാണ് ബ്രേക്ക് ആയെന്ന് എനിക്കറിയത്തില്ല. ഞാൻ നിങ്ങളെ അതിഭീകരമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളൊന്നുമല്ല. അറിയാവുന്നവർ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യൂ. അപ്പോൾ ഏതോ ഒരു സമയത്ത് ആ ട്രസ്റ്റ് ബ്രേക്കായി. അതിനെ ആ വഴിക്ക് വിടാൻ പറ്റുമെങ്കിൽ വിടുക. കാരണം ഇവർക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ട. ഒരാൾക്ക് വേണം, ഒരാൾക്ക് വേണ്ട എന്നൊരു സാഹചര്യമാണെങ്കിൽ നമുക്കിത് മനസ്സിലാക്കാൻ പറ്റും. ഇത് രണ്ടുപേർക്കും വേണ്ട. ഇവർക്കും വേണ്ട, അദ്ദേഹത്തിനും വേണ്ട. അദ്ദേഹം വേറെ കുടുംബമായിട്ട് ജീവിക്കുന്നു, ഈ തനുജ ചേച്ചി മറ്റൊരു മകളുമായിട്ട് ജീവിക്കുന്നു. രണ്ടുപേർക്കും വേണ്ട. പക്ഷെ ഇവർക്ക് ചെലവിന് പണം മാത്രം കിട്ടിയാൽ മതി.
അപ്പം നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരി എറിയാതിരിക്കാൻ പരമാവധി ശ്രമിക്കുക എന്ന് എനിക്ക് പറയാനുള്ളൂ. പക്ഷേ ഇവർക്കെതിരെ വന്ന അലിഗേഷൻസിനെ കുറിച്ചിട്ടോ പറയാം, നമുക്ക് ബാക്കി കേൾക്കാം. നടന്ന് പിന്നെ പുള്ളിക്ക് തന്നെ തോന്നി ഇത് ഒഴിവാക്കിയാലും പോകില്ലാന്ന് തോന്നിയപ്പോൾ അതാണ് പോയിന്റ്. അദ്ദേഹത്തിന് തോന്നി ഇത് ഒഴിവാക്കിയാലും പോകത്തില്ല, എന്നാൽ പിന്നെ എടുത്ത് തലയിലോട്ട് വെച്ചേക്കാം. അപ്പം നിങ്ങളോട് ഒരു ആത്മാർത്ഥമായ സ്നേഹം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നില്ല. നിങ്ങൾ പറഞ്ഞ ഫാക്ട് വെച്ചിട്ട് ഇവളെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ ഇവൻ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നു, എന്നാൽ പിന്നെ അങ്ങ് സ്നേഹിച്ചേക്കാം. അപ്പം അടുത്തൊരു സ്ത്രീയെ കണ്ടപ്പോഴത്തേനും, നിങ്ങളെക്കാട്ടിലും ബെറ്റർ ആയിട്ടൊരു സ്ത്രീയെ കണ്ടപ്പോഴത്തേനും അങ്ങോട്ട് പോയി. ഇതാണ് എല്ലാ ഫ്ലോപ്പ് ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഇപ്പോൾ ഒരാണും പെണ്ണും ഒന്നിച്ച് താമസിക്കുന്നു, ഒരാൾ സ്നേഹിക്കുന്നു, മറ്റേയാൾ ഇവൻ്റെ അഭേദ്യമായ സ്നേഹം കണ്ടിട്ട് വീഴുന്നു, അല്ലാതെ അവനോടുള്ള ഇഷ്ടം കണ്ടല്ല. ഇവൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നു, എന്നെ നന്നായിട്ട് നോക്കുമായിരിക്കും. കുറച്ചാൾ കഴിയുമ്പോഴത്തേനും ബെറ്റർ ആയിട്ട് ഒരാളെ കാണുമ്പോഴത്തേനും അങ്ങോട്ട് പോകുന്ന ഒരു സാഹചര്യം നമ്മുടെ സൊസൈറ്റിയിൽ ഭയങ്കരമായിട്ട് നടക്കുന്നതാണ്. സോ ഡോണ്ട് ട്രസ്റ്റ് എനിവൺ. ഒരു തെണ്ടിനെ വിശ്വസിക്കാതിരിക്കുക, ചതിച്ചിരിക്കും. ബാക്കിയേക്കാം പറഞ്ഞു എനിക്കിഷ്ടമാണ്, പക്ഷേ എനിക്ക് കുറച്ച് ടൈം തരാം, എനിക്ക് സ്വന്തമായിട്ടൊരു വീടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വീടൊക്കെ എന്തിനാ, എനിക്ക് വീടൊന്നും വേണ്ട, എനിക്ക് നിങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ ഷൂട്ട് കഴിഞ്ഞാലൊക്കെ ഇവർ പോകുന്നു. ഇവർ തന്നെ ഇതിനകത്ത് തുറന്ന് സമ്മതിക്കുന്നൊരു കാര്യം, വിവാഹത്തിന് മുമ്പ് തന്നെ ഇവർ റൂം എടുത്തിട്ടുണ്ടായിരുന്നു, ഇവർ തമ്മിൽ ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് പ്രഗ്നൻ്റ് ആയതിനു ശേഷമാണ് ഈ വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ഈ വിഷയങ്ങളെക്കുറിച്ച് അവർക്ക് എല്ലാവർക്കും അറിയാമെന്നൊക്കെ പറഞ്ഞ് വിവാഹ സർട്ടിഫിക്കറ്റ് കാണിക്കുന്നുണ്ട്. കുഞ്ഞിനൊരു ഡിസബിലിറ്റി ഉണ്ട്, 25% ഡിസബിലിറ്റിയാണ്, അതിൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. സോ അദ്ദേഹം ചുമ്മാ ഒരു ടൈം പാസ് നോക്കിയതാണെന്ന് തോന്നുന്നു. ഇപ്പോൾ എന്താണെന്ന് നമുക്കറിയത്തില്ല, കാരണം ഒന്ന് ചാടിപ്പോയാൽ വീണ്ടും എനിക്കറിയത്തില്ല ഇതിൽ ആരുടെ ഭാഗത്താണ് ശരിയെന്ന് നമുക്ക് ഇപ്പോഴും അറിയില്ല കേട്ടോ. ഞാൻ ജഡ്ജ്മെൻ്റലായിട്ട് ഞാൻ പറയുന്നില്ല, ഞാൻ ഈ ഒരു വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. പ്രേമിക്കുന്നവന്മാരും കെട്ടിയിട്ടുള്ളവന്മാരും ബി കെയർഫുൾ. കരയുന്നു, ഞാൻ കരഞ്ഞോടെ പറയുന്നത് നീ എന്തിനാ കരയുന്നത്, എൻ്റെ കുഞ്ഞല്ല, ഞാൻ നിന്നെ കൊണ്ടുപോകില്ലേ. പ്രഗ്നൻ്റ് ആയ സമയത്തെ കേസാണ് പറയുന്നത്. പ്രഗ്നൻ്റ് ആണെന്ന് തിരിച്ചറിഞ്ഞു, ഇദ്ദേഹത്തെ വിളിച്ച് പറയുന്നു, വിഷമത്തിൽ കരയുന്നു. അപ്പം നീ കരയണ്ട, എൻ്റെ കുഞ്ഞല്ലേ, ഞാൻ കൊണ്ടുപോയിക്കോളാം എന്ന് പറയുന്നു. വിവാഹത്തിന് മുമ്പെയാണ് ഇവർ പ്രഗ്നൻ്റ് ആകുന്നത്. ഞാനിവിടെ ജീവനോട് നിൽക്കില്ല, നീ എന്തിനാ കരയുന്നത്, എന്നാത്തിനാ കരയുന്നത്, കോട്ടയം ഭാഷ എന്നാത്തിനാടി കരയുന്നത് എന്ന് ചോദിക്കുമ്പം ഒരു പെണ്ണിന് ഇതിനപ്പുറത്തേക്ക് എന്താ വേണ്ട, അല്ലെങ്കിൽ എൻ്റെ നല്ല നീ പോന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞൂടായിരുന്നോ? പുള്ളിക്ക് ഉറപ്പുള്ളത് കൊണ്ടല്ലേ പുള്ളി എൻ്റെതാന്ന് പറയുന്നത്, വേണമെന്ന് പറയുന്നത്. എനിക്ക് DNA ടെസ്റ്റ് വേണമെന്ന് പറഞ്ഞതിലേക്കാണ് ഈ ഒരു ചോദ്യം ലീഡ് ചെയ്തു പോയത്. ലീഡ് ചെയ്തെന്ന് പറഞ്ഞാൽ ഇപ്പം ജിനു പറയുന്നത് ആ കുട്ടി അവരുടെ അല്ല, അദ്ദേഹത്തിൻ്റെ അല്ല, അതുകൊണ്ട് DNA ടെസ്റ്റ് പ്രകാരം അതെൻ്റെ കുട്ടിയാണെന്ന് പ്രൂവ് ചെയ്താലേ ചെലവിന് പണം തരുമെന്നാണ് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു പരാമർശം നടത്തിയിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ കൊച്ചാന്ന് നിങ്ങൾക്ക് ഉറപ്പല്ലേ, അല്ല അയാളുടെ കൊച്ചാന്ന് നിങ്ങൾക്ക് ഉറപ്പില്ലേ, നിങ്ങൾ DNA കൊടുത്തുകൂടെ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അതിനുള്ള മറുപടി ഇവർ പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് ഈ ഒരു ഭാഗം ഞാൻ എടുത്തത്. നമുക്ക് അതുകൂടെ കേൾക്കാം. എനിക്ക് 100% ഉറപ്പാണ്, എൻ്റെ കുഞ്ഞിൻ്റെ അപ്പനാണ് അയാൾ, എനിക്ക് DNA വേണ്ട, അയാൾക്ക് വേണമെങ്കിൽ അയാൾ ചെയ്യട്ടെ, ഞാൻ തയ്യാറാണ്, അതിനെവിടെയൊക്കെ പോകണം ഞാൻ തയ്യാറാണ്. ഇവർ തയ്യാറാണ് അതിന്. അപ്പം ഇവർക്ക് ഉറപ്പുണ്ട് അത് അദ്ദേഹത്തിൻ്റെ കൊച്ചു തന്നെയാണെന്ന്. സോ DNA എടുക്കുക, അയാൾ വന്ന് എടുത്തോട്ടെ എന്ന് പറയുന്നത്. അപ്പോൾ പ്രൂഫ് വേണ്ട ആൾ DNA എടുക്കുക. പിന്നെ ഇതിനകത്തൊരു സംഭവം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കാണ് ചിലവിന് പണം വേണ്ടത്, അപ്പോൾ അയാൾക്കത് തരാതിരിക്കുക എന്നുള്ള സാധനമാണ് വേണ്ടത്. സോ നിങ്ങളത് DNA ചെക്ക് ചെയ്യുക, കാരണം അയാൾക്ക് തരാതിരിക്കാനാണ് നോക്കുന്നത്. അപ്പോൾ അയാൾക്കിത് അയാളുടെ കൊച്ചാണെന്ന് പ്രൂവ് ചെയ്യണ്ട, ഇല്ലേ, അയാൾക്കത് പ്രൂവ് ചെയ്യണ്ട. അപ്പോൾ അയാൾ ഒരിക്കലും നിങ്ങളുടെ അടുത്തേക്ക് വരത്തുമില്ല, നിങ്ങൾ ഇങ്ങനെ DNA ചെക്ക് ചെയ്യാൻ ഒരു സംഭവത്തിന് അങ്ങനെ എത്തത്തുമില്ല. അപ്പോൾ നിങ്ങളായിട്ട് അത് പ്രൂവ് ചെയ്യുക, അല്ലെങ്കിൽ സംതിങ് ഫിഷി എന്ന് ചിന്തിക്കാനേ പറ്റത്തുള്ളൂ. ബാക്കിയേക്കാം. മെസ്സേജ് മോളൂസ് എന്തേ, സെക്കൻഡ് മെസ്സേജ് കാണുന്നത് എനിക്ക് പീരീഡ്സ് ആയില്ല. അപ്പം അവിഹിതം പിടിച്ച കേസാണ് പറയുന്നത്. അതായത് ഈ പുള്ളിക്കാരൻ ഇവരോട് കൂടി താമസിക്കുന്നു, വീട്ടിൽ ചപ്പാത്തി പരത്തുന്നു. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ നോക്കിയ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നു. ആ മെസ്സേജിനകത്ത് പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നതിനെ കുറിച്ചിട്ടാണ് ഇവർ സംസാരിക്കുന്നത്. മെസ്സേജ് മോളൂസ് എന്തേ, സെക്കൻഡ് മെസ്സേജ് കാണുന്നത് എനിക്ക് പീരീഡ്സ് ആയില്ല. അപ്പോൾ എനിക്ക് ഇംഗ്ലീഷ് ഇതൊക്കെ വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ എടുത്ത് എണ്ണി വായിച്ചു. ഞാനിത് പെട്ടെന്ന് ഈ ഫോർവേഡ് അമ്മയുടെ ഫോണിലോട്ട് ചെയ്തു, ടെസ്റ്റ് മെസ്സേജ് ആയിട്ട് അങ്ങോട്ട് കൊടുത്തു. ഇത് ചിലപ്പോൾ ഞാൻ ചോദിക്കുമ്പോൾ പുള്ളി എടുത്ത് ഡിലീറ്റ് ചെയ്ത് കളയില്ല, അപ്പോൾ എൻ്റെ കയ്യിലൊന്നും ഇല്ലാതായി പോകില്ല. അപ്പം ഞാനിത് പിന്നെയും വായിച്ച് ഞാൻ ജി നിങ്ങളെന്താ ഫോൺ സൈലൻ്റ് ആക്കി വെച്ചാൽ അതൊന്നുമില്ല. അപ്പം പുള്ളിക്ക് എപ്പോഴായി ഫോൺ കിട്ടുന്നത് ഞാൻ പറഞ്ഞില്ല, ഇതെന്താ എനിക്ക് പീരീഡ്സ് ആയില്ല എന്ന്, ഇതാരാ നിങ്ങൾക്ക് അയച്ചു ചോദിച്ചു. അപ്പം മുതൽ പുള്ളിക്ക് വെപ്പറാണ്, ഫോൺ തട്ടിപ്പറിക്കാൻ ശ്രമിക്കുന്നു. ഞാൻ ഈ അയച്ച മെസ്സേജിൽ നിന്ന് ആ നമ്പറിലോട്ട് തിരിച്ച് വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്നത് 10 പ്രാവശ്യം വിളിച്ചെടുക്കുന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതെന്തോ പ്രശ്നം, ഏതോ ഒരു ഇവർ പറയുന്നത് ശരിയാണെങ്കിൽ വളരെ കൃത്യമായ രീതിയിലുള്ള ചതി, പറ്റീര്, വഞ്ചന എന്ന കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്. ഇവർ പറയുന്നത് വെച്ചിട്ടാട്ടോ, എനിക്കിന്നത് പൂർണ്ണമായ സത്യം അറിയില്ല. അപ്പോൾ വന്ന് ചോദിക്കരുത് സത്യം അറിയാതാണോ നീ സംസാരിക്കുന്നത്, എനിക്കറിയില്ല, ഞാൻ ഇവരെ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്ന ആളല്ല. നിങ്ങൾ അറിയാവുന്ന ആൾക്കാർ കമൻറ്റ് ഇടുകയും തീർച്ചയായിട്ടും വായിക്കാം. ഇവർ പറയുന്നത് ഇവർ അദ്ദേഹമായിട്ട് ഒന്നിച്ച് ജീവിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഫോണിൽ ഇങ്ങനെ ഒരു മെസ്സേജ് കാണുന്നു. ദാറ്റ് മീൻസ് അദ്ദേഹം ഇവരുമായിട്ട് ഈ മെസ്സേജ് അയച്ച സ്ത്രീയുമായിട്ട് ശാരീരികമായി ബന്ധപ്പെട്ടു. അത് ഇവർ പിടിച്ചു.
അങ്ങനെ പിടിക്കപ്പെടുമ്പോഴുള്ള ഒരു ഭാര്യയുടെ അവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കാവുന്നതേ ഉള്ളൂ. വലിയൊരു ട്രോമയിലൂടെ ആയിരിക്കും കടന്നു വന്നത്. നമ്മുടെ സമൂഹത്തിലേക്ക് പറയുമ്പോൾ തിരിച്ചാണെങ്കിലും കേട്ടോ, ഭാര്യ മറ്റൊരുത്തൻ്റെ കൂടെ പോയി ഇമാതിരി മീൻസ് ആ കെട്ടിയേക്കുന്ന ആൾ, അയാളിപ്പോൾ കെട്ടിയേക്കുന്ന ആൾ മറ്റൊരാളുടെ ഭാര്യയാണ്. അപ്പോൾ അയാളുടെ പെർസ്പെക്റ്റീവ് നിന്ന് കൂടെ നമുക്ക് ചിന്തിക്കാം. ഭാര്യ മറ്റൊരുത്തൻ്റെ കൂടെ ഇമാതിരി പരിപാടികൾ ഒപ്പിച്ചു. സോ അതറിയുമ്പോൾ അവർക്കുള്ളൊരു മാനസികാവസ്ഥ. ഇതിനകത്ത് ഒരാൾക്കേ ഉള്ളൂ സ്നേഹം. ഈ രണ്ട് കേസിലും, ഇപ്പോൾ ഇവരുടെ ഭർത്താവിൻ്റെ കേസിൽ ഇവർ പറയുന്ന വിഷയം വെച്ചിട്ടാണ് ഞാൻ വീണ്ടും എടുത്ത് പറയാം. ഇവർ പറയുന്ന വിഷയം വെച്ചിട്ട് ഇവർക്ക് മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിനോട് സ്നേഹം. അദ്ദേഹത്തിന് മറ്റ് സ്ത്രീകളോട്ടുള്ള ഇത്തരത്തിലുള്ള ബന്ധമുണ്ട്. ഇവർ ഒരു പേരിന് സോഷ്യലി ഒരു വൈഫ് എന്ന് പറഞ്ഞ് കൊണ്ടു നടക്കാണ്. മറ്റേ അദ്ദേഹം ഇപ്പോൾ കൂടെ താമസിക്കുന്ന നോക്കി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ആ സ്ത്രീക്ക് ഒരു ഭർത്താവുണ്ട്. ആ ഭർത്താവിനെ ആ സ്ത്രീ ചതിക്കുകയാണ്. ഇദ്ദേഹത്തിൻ്റെ കൂടെയാണ് കൂറ് മറ്റേയാളെ പേരിൻ്റെ ഭർത്താവ് എന്ന് പറഞ്ഞ് വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ കാലത്ത് നമ്മുടെ നാട്ടിൽ ഒരുപാട് സ്ത്രീകൾക്ക് അല്ലെങ്കിൽ ഒരുപാട് പുരുഷന്മാർക്ക് രണ്ടു കൂട്ടർക്കും ഉണ്ടേ വിവാഹം കഴിച്ച് ജീവിക്കുന്നു, അല്ലെങ്കിൽ ഒരാളെ പ്രണയിക്കുന്നു. അതേസമയം മറ്റൊരാളുമായിട്ട് ഇങ്ങനെ ഒരു ബന്ധമോ പ്രണയമോ വിഹിതമോ എല്ലാം ഇത് വളരെ കോമൺ അല്ലേ, സ്ഥിരമായിട്ട് സംഭവിക്കുന്ന കാര്യമല്ലേ. ആ ഒരു ഫീലാണ് ഒരു അതായത് കൂടെ നിൽക്കുന്ന ആളെ റെഡിയാക്കണം, അല്ലെ കൂടെ നിൽക്കുന്ന ആളെ ചതിക്കരുത് എന്നൊരു മനസാക്ഷിയോ, അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന അയാളുടെ ട്രസ്റ്റ് ബ്രേക്ക് ചെയ്തെന്ന സാധനമോ, അല്ലെങ്കിൽ അങ്ങനെ ട്രസ്റ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പോലും ഇനി ഞാൻ ഇതാണ് ലീഗലി ഞാൻ മാരീഡ് ആണ്, അല്ലെങ്കിൽ ഇന്ന ആളോട് ഞാൻ വിശ്വസ്തനായിരിക്കണം എന്നൊരു സാധനമേ ഇല്ല. ഒന്ന് പോയി വീണ്ടും പോയി ഇതാണ് സംഭവം. അപ്പോൾ ഇത് അനുഭവിക്കുന്ന ആൾ, ആത്മാർത്ഥമായി സ്നേഹിച്ച ആൾ എങ്ങനെ തകർന്ന് തരിപ്പണമാകും എന്നുള്ള കാര്യം നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് ബാക്കി പറയാനില്ല താനോ. പക്ഷെ അവർ ശ്രമിച്ചു നോക്കി, എടാ നീ അത് വിട്ടിട്ട് വാ. പുള്ളിക്ക് അവളെന്ന് പറഞ്ഞാൽ ഭയങ്കര എന്നെ ഉപദ്രവിക്കലൊക്കെ. പുള്ളിയോട് പല ഫ്രണ്ട്സും തിരിച്ചു വരാൻ പറഞ്ഞു, ഇവരിലേക്ക് തന്നെ തിരിച്ചു വരാൻ പറഞ്ഞു. പക്ഷേ പുള്ളി 8 7 അടുത്തില്ല. പുള്ളിക്ക് അവളെന്ന് വെച്ചാൽ ജീവനാണ്. അതിൽ നിന്ന് തന്നെ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ട്, നിങ്ങളോട് പുള്ളിക്ക് സ്നേഹമില്ല, ഒരു കിണ്ടിയില്ല. നിങ്ങൾ പറയുന്നത് ശരിയാണെങ്കിൽ, എനിക്കറിയില്ല കേട്ടോ, നിങ്ങൾ പറയുന്നത് ശരിയാണെങ്കിൽ നിങ്ങളോട് യാതൊരു സ്നേഹവും ഇല്ല, ഒരു മണ്ടാങ്കട്ടായി പുള്ളിക്കില്ല. അപ്പോൾ അയാൾ എതിരെയും തൊലഞ്ഞു പോട്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ അയാളെ അതിഭീകരമായിട്ട് ഉപദ്രവിക്കാൻ ശ്രമിക്കുക, എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ. ഞാൻ ഈ വിഷയം എടുക്കാനുള്ള മെയിൻ കാരണം, നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നമ്മുടെ 2K കിഡ്സ് എന്ന് പറയുന്ന ആൾക്കാരും 90s കിഡ്സ് എന്ന് പറയുന്ന ആൾക്കാരും ഒരുപാട് പുരോഗമന ചിന്തകളോടെ നടക്കുകയും, ഇവരുടെ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഒരു പാർട്ട്ണറിൽ ഒതുങ്ങുന്ന ഒരാളല്ല, പല പാർട്ട്നേഴ്സുമായിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ഇൻസ്റ്റാഗ്രാം റീലുകളുണ്ട്. ഇപ്പോൾ സമയത്തിൻ്റെ ഒരു മൂലം ഞാനൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുകയും ഒരാളിരിക്കെ മറ്റൊരാളുമായിട്ട് ഇങ്ങനെ പോകണമെന്ന് ചിന്തിക്കുകയും ചെയ്യുമ്പോഴത്തേനും നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച ഒരാളുടെ ഹൃദയം തല്ലി പൊട്ടിച്ച് അതിൻ്റെ മേളിൽ ഒരു മരം കൂടെ നട്ടിട്ടാണ് നിങ്ങൾ പോകുന്നത്. ഇതേ പൊട്ടിയിൽ നിങ്ങൾക്കും എന്തെങ്കിലും ഉണ്ടെന്ന് ഓർക്കുക. കർമ്മ ഈസേ എറിഞ്ഞാൽ തിരിച്ചു വരുന്ന സാധനം. മറ്റൊരു നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റുകളായി രേഖപ്പെടുത്തി മറ്റൊരു